ഉള്ള ചർച്ച വന്നിരുന്നു. എന്താ ഇസ്തിഗാസ? മുജാഹിദുകൾ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ, റഹ്മാനായ റബ്ബിനോടല്ലാതെ വിളിച്ചു ദുആ ചെയ്യരുതേ. അല്ലാഹുവല്ലാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനില്ല. അല്ലാഹു മാത്രമാണ് നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുന്നവൻ. റബ്ബിൻ്റെ റസൂല് നമ്മളോട് പഠിപ്പിച്ചതും അതാണ്. റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്. അമ്പിയാക്കളുടെ മുഴുവൻ ആദർശം അതാണ്. അങ്ങനെ ഞാൻ ഇമാം ബുഖാരിയുടെ കിതാബ് തൗഹീദിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ വായിച്ചിരുന്നു. അല്ലാഹുവിൻ്റെ റസൂല് അല്ലാഹുവിനോടല്ലാതെ ഒരു ദുആ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പരിനോട് പറയാണെന്ത്? ഉണ്ട് മൗലവി, പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ തന്നെ ആയത്തുണ്ട്. എന്താ ആയത്ത്? കേട്ടോളൂ. മൂപ്പരാണ് ആദ്യമായിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഓതുന്നത്. എന്തൊരു കഷ്ടാണ് ഇതിപ്പോ. നാദാപുരത്ത് പുതിയ ആയത്ത് ഇറങ്ങട്ടോ. എന്താ ആയത്ത്? അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹായം ചോദിക്കാനുള്ള തെളിവ് പറയണം. സൂറത്തു തൗബയിലെ 6-ാമത്തെ ആയത്ത് മൂപ്പര് ഓതിയിട്ട് പറയുന്നു, വഇന്ന അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ശേഷം ഞാൻ വായിക്കട്ടെ, സുമ്മ അബ്ലിഗ്ഹു മഅ്മന ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. ഈ സംഭവത്തെ വായിച്ചിട്ട് അദ്ദേഹം പറയുന്നുവെന്ത്? വഇന്ന അഹദും മിനൽ മുശ്രികീന, മുശ്രിക്കീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇസ്തജാറക, നബിയേ തങ്ങളോട് കാവലിനെ ചോദിച്ചാൽ, ഫഅജിറുഹു, എന്നാൽ അവന് കാവൽ നൽകണം നബിയേ. ഇപ്പം നബിയോട് കാവലിനെ ചോദിച്ചാൽ, നബിയെ അത് ശിർക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ആട്ടി പറഞ്ഞേക്കരുത്. റസൂലുള്ളാഹിനോട് കാവലിനെ ചോദിച്ചു വന്നാൽ കാവൽ കൊടുക്കണം നബിയേ. അതല്ലാതെ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടി അകറ്റാനാണോ മൗലവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതിയില്ലേ? ഇത് വമ്പിച്ച അട്ടിമറിയാണ് സുഹൃത്തുക്കളെ. ഈ ആയത്ത് അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നില്ലേ? മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് തെളിവായിട്ടല്ലേ നിങ്ങൾ ഈ ആയത്ത് ഓതിയത്? എന്നിട്ടോ സുഹൃത്തുക്കളെ, മുജാഹിദിന്റെ പരിഭാഷയിൽ നിന്നാ ഞാൻ വായിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെടുത്തത് കൊണ്ടാണ് അതേ അമാനി മൗലയുടെ പരിഭാഷ തന്നെ ഞാനും കൊണ്ടുവന്നത്. ഈ പരിഭാഷയിലെങ്ങാനും അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാനുള്ള തെളിവാണിതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിലെന്താണ് സംഭവമെന്നോ ചുരുക്കി പറയട്ടെ. ഏതെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിനോട് അല്ല പറയാണ്, നബിയേ അങ്ങയുടെ അടുക്കൽ ശത്രു സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട്, നബിയെ എന്നെ ഒന്നും ചെയ്യരുതെന്ന് സഹാബിമാരോട് പറയണം. ഞാൻ ശത്രുതയൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു നബിയേ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് അഭയം തേടിയാൽ, നബിയേ നിങ്ങൾ അവർക്ക് കാവൽ കൊടുത്തോ നബിയേ? ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്നു, അപകടത്തിലാണ് കേട്ടോ, എന്നെ സഹായിക്കണേന്ന് പുരയിലേക്ക് ഓടി വന്നു പറയുമ്പോൾ നമ്മൾ അയാൾക്ക് കാവൽ കൊടുത്താൽ അത് ശിർക്കാണോ? അത് ഇവിടെ നാട്ടിൽ നടപ്പുള്ള ആ പ്രാർത്ഥനയാണോ? മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നതിന് തെളിവാണോ? റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ശത്രുവിൻ്റെ സമൂഹത്തിൽ നിന്നൊരാൾ വന്നിട്ട് മുഹമ്മദേ കാവൽ തരണം, മുഹമ്മദേ അഭയം തരണം, ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് അല്ല പറഞ്ഞതാണ്, വഇന്ന അഹദും മിനൽ മുശ്രികീന, മുശ്രിക്കീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇസ്തജാറക, നിന്നോട് രക്ഷ തേടിയെങ്കിൽ ആ മനുഷ്യന് ഫഅജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ വചനം കേൾക്കുന്നത് വരെ അവന് രക്ഷ നൽകുക, പിന്നെ അവനെ അവൻ്റെ അഭയസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അതവർ അറിഞ്ഞുകൂടാത്ത ഒരു ജനതയാണെന്നുള്ളത് കൊണ്ടത്രേ. ഇത് വായിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് അമാനി മൗലവി അരിയിൽ കൊടുക്കുന്ന തഫ്സീർ ഈ കൂടി നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ പറയുന്ന വിഷയം എന്താണ്? പേരോട് തെളിവുദ്ധരിച്ചത് എന്തിനാണ്? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വഞ്ചന. ശ്രദ്ധിച്ചു കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ആയത്തുദ്ധരിച്ചിട്ട് മുഹമ്മദ് അമാനി മൗലവി വിശദീകരണം കൊടുക്കുന്നു. എന്താ കൊടുത്തത്? പല സന്ദർഭങ്ങളിൽ ഓരോ ആവശ്യാർത്ഥം മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ
അവിടുന്ന് അവരോട് സമാധാനപൂർവ്വം പെരുമാറുകയും ചിലർക്ക് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ചില സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ശ്രദ്ധിച്ചോ, ശത്രുനാട്ടിൽ നിന്ന് ഇസ്ലാമിൻ്റെ നാട്ടിലേക്ക് വല്ല ദൗത്യവും നിർവഹിക്കുവാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ വല്ല കരാറും സന്ധിയും ആവശ്യപ്പെട്ടുകൊണ്ടോ കപ്പം അടച്ചു തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ വല്ലവരും വന്ന് ഭരണാധികാരിയോടോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോടോ അഭയം ആവശ്യപ്പെട്ടാൽ അയാൾ ഇസ്ലാമിൻ്റെ നാട്ടിൽ സ്ഥിതി ചെയ്യുമ്പോഴും അയാളുടെ അഭയസ്ഥാനത്തേക്കും നാട്ടിലേക്കും മടങ്ങിപ്പോകുന്നതുവരെയും അയാൾക്ക് അഭയം നൽകേണ്ടതാണ്. സുഹൃത്തുക്കളെ, ശത്രുരാജ്യത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് അഭയം ചോദിച്ചാൽ അയാളെ ഉപദ്രവിക്കരുത്, അഭയം കൊടുക്കണം എന്നാ പറയുന്നത്. ആ വിഷയമാണ് ഇവിടെ റസൂലുള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് വഞ്ചന നടത്തിയത്. പിന്നെ പറഞ്ഞതോ ചുരുക്കി പറയാണ്. പിന്നെ സുറാഖത്തിന്റെ ഒരു കഥ പറഞ്ഞു. റസൂലുള്ളാഹിയുടെ തല കൊയ്യാൻ വേണ്ടി സുറാഖത്ത് കുതിരപ്പുറത്ത് വന്നു. കുതിരപ്പുറത്ത് വന്ന സുറാഖത്തിനെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് പറഞ്ഞു, നബിയെ സുറാഖത്തതാ. അപ്പൊ നബിയെ എന്ന് വിളിച്ചില്ലേ അബൂബക്കർ? നബിയെ സുറാഖത്ത് പിന്നിൽ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ശിർക്കായോ? എന്തായി ചോദ്യം? സുറാഖത്തിന്റെ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടപ്പോൾ സുറാഖത്ത് അബൂബക്കർ സിദ്ദീഖിനോടും റസൂലുള്ളാഹിനോടും പറഞ്ഞു, എൻ്റെ കുതിരയുടെ കാലിതാ മണ്ണിൽ ആഴ്ന്നിരിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തി തരണം. നമ്മളും പറയില്ലേ, അതൊക്കെ അള്ളാഹുവിൻ്റെ അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥനയാണോ? മുമ്പിൽ കാണുന്ന റസൂലുള്ളാഹിനോട് പറയുന്നു ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന്. കാറ്, നമ്മളൊരു വാഹനം നമ്മുടെ റോട്ടിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ കാറ് പൂഴിയിൽ അങ്ങ് താഴ്ന്നു പോയാൽ അടുത്ത വീട്ടുകാരോട് പോയിട്ട് പറയില്ലേ, എൻ്റെ കാറിൻ്റെ ടയറുതാ മണ്ണിൽ പൂണ്ടിരിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്നാർക്കാണ് അഭിപ്രായമുള്ളത്? ഇവിടെ റസൂലുള്ളാഹിനോട് ആ നിലക്ക് ചോദിച്ചുവെങ്കിൽ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആ കുതിരയുടെ കാല് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് തന്നെ അല്ലാഹു അത് രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുവെങ്കിൽ അത് റസൂലുള്ളാഹിയുടെ വഫാത്തിൻ്റെ ശേഷം റസൂലുള്ളാഹിനെ വിളിച്ചു ദുആ ചെയ്യുന്നതിന് തെളിവാണെന്ന് പറയാൻ പറ്റുമോ? തന്നെയുമല്ല, ഒരു കാഫിർ ദുആ ചെയ്താൽ ഉത്തരം കിട്ടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ സുറാഖത്ത് എന്ന മുസ്ലിമാണോ? സുറാഖത്ത് നബിയോട് ദുആ ചെയ്തപ്പോൾ, നിങ്ങളുടെ ഭാഷയിൽ ദുആ ചെയ്തപ്പോൾ ഉത്തരം കൊടുത്തല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഒരൊറ്റ സഹാബിമാരും ദൂരത്ത് നിന്ന് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടിയിട്ടില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു അടക്കം ആസിം റളിയല്ലാഹു അൻഹു അടക്കം ദൂരെ നിന്ന് അപകടത്തിൽപ്പെട്ടപ്പോ അവരെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ കൊണ്ടുപോകുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെന്താ പറഞ്ഞത്? നബിയേ, ഞങ്ങളിവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചോ? വിളിച്ചില്ല, മറിച്ച് എന്താ വിളിച്ചത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഖ്ബിർ അന്നാ, ഞങ്ങളെക്കുറിച്ചുള്ള വാർത്ത നീ അറിയിച്ചു കൊടുക്കണേ. നബിയക്ക, നിന്റെ നബിക്ക് നീ ഞങ്ങളെക്കുറിച്ചുള്ള ഈ വിവരം അറിയിച്ചു കൊടുക്കണേ എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്തേ? അള്ളാഹിനോടല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ഈ വർത്തമാനം എത്തിച്ചു കൊടുക്കണമെന്ന്? ഇത് പറഞ്ഞപ്പോൾ പേരോട് മറുപടിയില്ല. അപ്പൊ മൂപ്പര് ഉരുണ്ട് മറിഞ്ഞിട്ടൊരു ചോദ്യം. എന്താ ചോദ്യമെന്നോ? മൗലവി, അടുത്തുള്ള ആളെ കേൾപ്പിക്കുന്നതും അല്ല തന്നെയല്ലേ? ദൂരെയുള്ള നബിനെ കേൾപ്പിക്കാൻ പറഞ്ഞത് അട്ടിമറിയാ. ദൂരെയുള്ള നബിനെ കേൾപ്പിക്കണം എന്നല്ല പറഞ്ഞത്. ഹുബൈബ് റളിയല്ലാഹു അൻഹു നബിയേ, ഞങ്ങൾ ഇവിടെ അപകടത്തിലാന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഈ വിളിച്ചത് കേൾപ്പിക്കണേനാണോ പറഞ്ഞത്? അല്ല, അള്ളാഹിനോടാ പറയുന്നത്, അല്ലാഹുവേ ഞങ്ങളെ പറ്റിയുള്ള വിവരം കേൾപ്പിക്കണം. മൂപ്പര് ചോദിക്കാണ്, സഹാബിമാര് ദൂരെന്ന് വിളിപ്പിക്കുമ്പോഴും കേൾപ്പിക്കുന്നത് അള്ളയാണ്, അടുത്തുനിന്ന് വിളിക്കുമ്പോഴും കേൾപ്പിക്കുന്നത് അള്ളയാണ്. എന്തിനായി തെറ്റിദ്ധരിപ്പിക്കൽ? എന്നാ പിന്നെ ഏതെങ്കിലും ഒരു സഹാബി റസൂലുള്ളാഹിയുടെ അടുത്തുനിന്ന് വർത്താനം പറയുമ്പോൾ, നബിനോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ, പടച്ചോനെ അടുത്തുനിന്നും കേൾപ്പിക്കുന്നോ നീയാണേ, ഞാൻ ഇപ്പം ഈ പറഞ്ഞത് നബി കേട്ടിട്ടുണ്ടാവില്ല, കേൾപ്പിക്കണേ എന്ന് അടുത്തുനിന്ന് നബിൻ്റെ മുമ്പിൽ നിന്ന് ഏതെങ്കിലും സഹാബി പറഞ്ഞോ? ഇതൊക്കെ ആർക്കും ചിന്തിച്ചാൽ തിരിയൂലേ? മാത്രമല്ല, ഞാനിവിടെ ഒരു